നായിനിലെ വിധവയുടെ പുത്രൻ. നായിനീശോയുടെ കാലത്ത് കുറെ പ്രാധാന്യമുള്ള ഒരു പട്ടണമായിരുന്നിരിക്കണം. ചുറ്റുമതിലും ചെറിയ ഹോർമോണിന്റെ മനോഹരമായ ഒരു കുന്നിൻ പുറത്തുള്ള സ്ഥാനവും വടക്ക് കിഴക്ക് ദിക്കിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഫലഭൂയിഷ്ടമായ സമതലവുമുള്ള നായിൻ നല്ല ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരുന്നുവെങ്കിലും അതൊരു വലിയ പട്ടണമായിരുന്നില്ല. ജോർദാനിലേക്ക് ഒഴുകുന്ന ഒരു കൊച്ചു നദി കടന്നാണ് എൻഡോറിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നത്. എന്നാൽ കിഴക്കുവശത്തായി ഒരു ചോദ്യചിഹ്നം പോലെ ഉയർന്നു നിൽക്കുന്ന മലകളുടെ മറവ് കൊണ്ട് ജോർദാനോ അതിന്റെ താഴ്വരകളോ ഇവിടെ നിന്നാൽ കാണാൻ കഴിയുകയില്ല. കായൽ പ്രദേശത്തെ ഹെർമോണുമായും അതിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളുമായും ബന്ധിപ്പിക്കുന്ന മുഖ്യ നിരത്തിലൂടെ ഈശോ നടന്നു. എൻഡോറിലെ ധാരാളം ആളുകൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് ഉത്സാഹപൂർവ്വം അദ്ദേഹത്തെ പിന്തുടർന്നു. അപ്പസ്തോലന്മാരുടെ സംഘം മതിലിൽ നിന്നും കഷ്ടിച്ച് 200 വാര അകലത്തിലാണ്. മുഖ്യപാത നേരെ പോകുന്നത് പട്ടണവാതിലുകളിൽ ഒന്നിലേക്കാണ്. അത് വിശാലമായി തുറന്നു കിടക്കുന്നതിനാലും നല്ല സൂര്യപ്രകാശം ഉള്ളതിനാലും മതിലിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറമേ നിന്ന് വ്യക്തമായി കാണാൻ കഴിയും. അപ്പസ്തോലന്മാരോടും പുതുതായി മാനസാന്തരപ്പെട്ട ആളോടും സംസാരിച്ചു കൊണ്ടിരുന്ന ഈശോ തങ്ങളുടെ നേരെ അലമുറയോടെ ശവമഞ്ചവുമായി ഒരു സംഘം ആളുകൾ വരുന്നത് കണ്ടു. ഗുരു, നമ്മൾ പോയി കാണണോ? പലരും ചോദിച്ചു. എൻഡോറിലെ സ്ഥലവാസികളിൽ കുറെ പേർ ഇത് കാണാൻ ഓടിക്കൂടുകയും ചെയ്തു. ശരി, നമുക്ക് പോകാം, ഈശോ അവരുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, അതൊരു കുട്ടിയാണെന്ന് തോന്നുന്നു. ശവമഞ്ചത്തിൽ എത്രയധികം പൂക്കളും വർണ്ണ വസ്ത്രങ്ങളുമാണ് ഇട്ടിരിക്കുന്നത്, യൂദാസ് കറിയോത്ത യോഹന്നാനോട് പറഞ്ഞു. ഒരുപക്ഷെ അതൊരു കന്യകയായിരിക്കും, യോഹന്നാൻ മറുപടി നൽകി. കേട്ടാൽ അറിയില്ലേ? കൂടാതെ നിത്യഹരിത വൃക്ഷങ്ങളുടെ പൂക്കൾ ഉപയോഗിച്ചിട്ടുമില്ല. അത് ബെർത്തിലോമിയായുടെ അഭിപ്രായമാണ്. ഭിത്തിയുടെ മറുവശത്ത് ശവമഞ്ചം എത്തിക്കഴിഞ്ഞു. കുറെ പേർ തോളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മഞ്ചത്തിൽ എന്താണുള്ളതെന്ന് കാണാൻ കഴിയുകയില്ല. ഒരു ശവം തുണിയിട്ട് മൂടിയിരിക്കുന്നു എന്ന് മാത്രം അറിയാം. മഞ്ചത്തോളം നീളത്തിൽ ശവം മൂടി തുണിയിട്ടിരിക്കുന്നതിനാൽ അത് പ്രായപൂർത്തിയായ ഒരാളുടേതാണെന്ന് ഊഹിച്ചു പോകും. മുഖാവരണം ധരിച്ച ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് അതിന്റെ പാർശ്വത്തിൽ കൂടി നടക്കുന്നുണ്ട്. സഹായികളായി കുറെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവരുടെ കൂടെയുണ്ട്. മുതലക്കണ്ണീരുകൾക്കിടയിൽ ആ സ്ത്രീയുടെ കണ്ണീർ മാത്രമാണ് ആത്മാർത്ഥമായതെന്ന് തോന്നുന്നു. താങ്ങിപ്പിടിച്ചിരുന്നവരിൽ ഒരാൾ കല്ലിലോ മറ്റോ കാലുതട്ടി ഇടറിയതിനാൽ ശവമഞ്ചം കുലുങ്ങിപ്പോയി. അപ്പോൾ ആ അമ്മ കരഞ്ഞു പറഞ്ഞു, ഓ പാടില്ല, നല്ലതുപോലെ ശ്രദ്ധിക്കണേ, എൻ്റെ മകൻ അത്രക്ക് കഷ്ടപ്പെട്ടവനാണ്. അവർ വിറക്കുന്ന കൈകൾ ഉയർത്തി ശവമഞ്ചത്തിൽ തലോടി. അതിൽ നിന്നും തൂങ്ങിക്കിടന്ന ഇളം കാറ്റിലിളകുന്ന വസ്ത്രാഞ്ചലത്തിൽ അവർ ചുംബിക്കുകയും ചെയ്തു. മനസ്സലിവ് തോന്നിയ പത്രോസിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം മന്ത്രിച്ചു, അത് അമ്മയാണ്. ഈ ദൃശ്യം കണ്ട് പത്രോസിന് മാത്രമല്ല കണ്ണു നിറഞ്ഞത്, തീഷ്ണൻ, അന്ത്രയോസ്, യോഹന്നാൻ എന്നിവരുടെയും കണ്ണു നിറഞ്ഞുപോയി. എപ്പോഴും സന്തുഷ്ടനായി കാണാറുള്ള തോമായ്ക്ക് പോലും കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. അവരുടെയെല്ലാം ഹൃദയം വല്ലാതെ ഇളകിപ്പോയി. യൂദാസ് കറിയോത്ത സ്വയം മന്ത്രിച്ചു, ആ മരിച്ചത് ഞാനായിരുന്നുവെങ്കിൽ ഓ, എൻ്റെ അമ്മയുടെ സ്ഥിതി എന്താകുമായിരുന്നു. മഹാകാരുണ്യവാനായ ഈശോ ശവമഞ്ചത്തിന്റെ അടുത്തേക്ക് നടന്നു. ശവമഞ്ചവും കൊണ്ടുള്ള യാത്ര ശ്മശാനത്തോട് അടുത്തതിനാൽ ആ അമ്മയുടെ വിലാപം അത്യുച്ചത്തിലായി. ഇതിനിടക്ക് മഞ്ചത്തിൽ തൊടാൻ ശ്രമിച്ച ഈശോയുടെ കൈകൾ അവർ തട്ടിമാറ്റി. ദുഃഖിതയായ അവർ ഭയപ്പെട്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ അട്ടഹസിച്ചു, അവൻ എൻ്റേതാണ്. എന്നിട്ട് അവർ ഈശോയെ തുറിച്ചു നോക്കി. അമ്മേ, അവൻ നിങ്ങളുടേതാണെന്ന് എനിക്കറിയാം. അവൻ എൻ്റെ മകനാണ്. അവൻ നല്ലവനും എനിക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു. പിന്നെ അവൻ എന്തിനാണ് മരിച്ചത്? ഞാനൊരു വിധവയാണ്. എന്തിനാണ്? മുതലക്കണ്ണീരുകാരുടെ കൂട്ടം ഇത് കേട്ട് കൂടുതൽ ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ തുടർന്നു, അവന് പകരം ഞാൻ മരിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ പെറ്റു വളർത്തിയ എൻ്റെ മകൻ മരിക്കുന്നത് ഞാൻ കാണാൻ വേണ്ടിയാണോ? അവൻ ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ അവനെ നൊന്തു പ്രസവിച്ചത് എന്തിനാണ്? ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ നിരാശയോടെ അബോധമായി മാറത്തടിച്ചു. അങ്ങനെ ചെയ്യരുത് അമ്മേ, കരയാതിരിക്കൂ. ഈശോ ഇടത് കൈകൊണ്ട് അവരുടെ കൈകളിൽ മുറുകെ പിടിച്ചു. മറ്റേ കൈ ശവമഞ്ചത്തിൽ സ്പർശിച്ചുകൊണ്ട് അത് ചുമക്കുന്നവരോട് അദ്ദേഹം പറഞ്ഞു, ശവമഞ്ചം താഴെ വെക്കുക. അവർ അതനുസരിച്ച് ശവമഞ്ചം താഴെ വെച്ചു.
ഈശോ മഞ്ചത്തിൽ ഇട്ടിരുന്ന ആവരണം വലിച്ചെടുത്തു. ശവം മറവില്ലാതെ കണ്ടപ്പോൾ അമ്മ അവനെ പേര് ചൊല്ലി വിളിച്ച് ബഹളം വെച്ചു. അവർ വിളിച്ചത് ദാനിയേൽ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഈശോ ഇപ്പോഴും അവരുടെ കൈകളിൽ പിടിച്ചിരിക്കുകയാണ്. അവിടുത്തെ കണ്ണുകൾ തീക്ഷ്ണവും പ്രകാശമാനവുമായിരുന്നു. വലതു കൈ താഴ്ത്തിയിട്ട് തന്റെ സർവശക്തിയോടും കൂടി അവിടുന്ന് പറഞ്ഞു, യുവാവേ, ഞാൻ പറയുന്നു, എഴുന്നേറ്റ് വരിക. മരിച്ചുപോയ ആ കുട്ടി ഒന്ന് ചലിച്ചു. അവൻ കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്ന് വിളിച്ചു, അമ്മേ. പരിഭ്രമിച്ച ഒരു കുട്ടിയെപ്പോലെ പതറിയ സ്വരത്തിലാണ് അവൻ വിളിച്ചത്. സ്ത്രീയെ, ഇതാ നിങ്ങളുടെ മകൻ. ദൈവനാമത്തിൽ ഞാൻ അവനെ നിനക്ക് തരുന്നു. ശവപ്പെട്ടിയിൽ നിന്നും പുറത്തിറങ്ങാൻ അവനെ സഹായിക്കൂ. സന്തോഷമായിരിക്കും. ഈശോ പിന്തിരിഞ്ഞു പോകാൻ ഭാവിച്ചു. അസാധ്യം. ജനക്കൂട്ടത്തിന്റെ സമ്മർദ്ദത്താൽ അവിടത്തേക്ക് ശവമഞ്ചത്തിന്റെ അടുത്തു നിന്നും മാറാൻ കഴിഞ്ഞില്ല. അമ്മ ശവമഞ്ചത്തിൽ നിന്നും അവനെ ഇറക്കിവിടാൻ വേണ്ടി കെട്ടുകൾ അഴിച്ചു മാറ്റുന്നതിന് ശ്രമിച്ചു കൊണ്ടിരുന്നതിനിടയിൽ അവൻ ശിശുസഹജമായ സ്വരത്തിൽ കേണപേക്ഷിച്ചു, അമ്മേ, അമ്മേ. ശവപ്പെട്ടി ഇളക്കി കെട്ടുകൾ അഴിച്ചു മാറ്റി അവനെ പുറത്തിറക്കി. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. ബാൻഡേജുകളിലെ പശ അവന്റെ മുഖത്തും മറ്റും ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അവർ വകവെച്ചില്ല. അവനെ ഉടുപ്പിക്കാൻ വസ്ത്രങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ആ സ്ത്രീ തന്റെ മേൽമുണ്ടുകൊണ്ട് അവനെ പൊതിഞ്ഞു. അവർ സദാസമയവും അവനെ തഴുകിക്കൊണ്ടിരുന്നു. ഈശോ അവളെയും അവിടെ നിന്നിരുന്ന ജനത്തെയും നോക്കി. അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു. അവിടുത്തെ കണ്ണുനീർ കണ്ടിട്ട് യൂദാസ് കറിയോത്ത ചോദിച്ചു, എന്റെ ഗുരു, അങ്ങ് കരയുന്നത് എന്തിനാണ്? ഈശോ അവനോട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ പറ്റി ചിന്തിക്കുകയായിരുന്നു. ഈ ചെറിയ സംഭാഷണം തൻ്റെ ഉപകർത്താവിലേക്ക് ആ സ്ത്രീയുടെ ശ്രദ്ധ തിരിച്ചു. അവൾ തൻ്റെ പുത്രനെ കയ്യിലെടുത്ത് മുട്ടുമേൽ നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ എൻ്റെ മകനെ, ഈ പരിശുദ്ധനെ സ്തുതി പറയുക. നിനക്കും നിന്റെ അമ്മയ്ക്കും വീണ്ടും ജീവൻ നൽകിയത് ഇദ്ദേഹമാണ്. അവൾ കുനിഞ്ഞ് ഈശോയുടെ വസ്ത്രാഞ്ചലത്തിൽ ചുംബിച്ചു. ജനക്കൂട്ടം ദൈവത്തിനും അവിടുത്തെ മിശിഹായ്ക്കും ഓശാന പാടി. ഈ അത്ഭുതം ചെയ്ത മിശിഹായെപ്പറ്റി അതിന് സാക്ഷ്യം വഹിച്ച അപ്പസ്തോലന്മാരും എൻഡോർ നിവാസികളും മറ്റുള്ളവരോട് ഉദ്ഘോഷിച്ചു. ജനക്കൂട്ടം അത്ഭുതത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഇസ്രയേലിന്റെ ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ ദൂതനും ദാവീദിന്റെ പുത്രനുമായ മിശിഹ വാഴ്ത്തപ്പെടട്ടെ. നമ്മിൽ നിന്നും ഒരു മഹാപ്രവാചകനുമിതാ യഥാർത്ഥമായും തന്റെ ജനങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒടുവിൽ ഈശോ അവിടെ നിന്നും പോയി പട്ടണത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ സ്നേഹത്താൽ ആഹ്ലാദചിത്തരായി അവിടത്തെ പിന്തുടർന്നു. അപ്പോൾ ഒരാൾ ധൃതി പിടിച്ച് ഈശോയുടെ മുന്നിൽ വന്ന് വണങ്ങി, ദയവായി എൻ്റെ വീട്ടിൽ വരിക, അവിടെ താമസിക്കുക. അതിന് നിവൃത്തിയില്ല. യഥാസമയം പെസഹായ്ക്ക് ചെന്നെത്തണം. അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലങ്ങളിലെ താമസിക്കാൻ കഴിയും. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സൂര്യൻ അസ്തമിക്കും. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ശരി തന്നെ. അതിനാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് നിശ്ചിത സ്ഥലത്ത് എത്തിച്ചേർന്നേ മതിയാവും. എന്തായാലും ക്ഷണിച്ചതിന് നന്ദി. എങ്കിലും എന്നെ തടഞ്ഞു നിർത്തരുത്. ഞാനൊരു സിനഗോഗിന്റെ അധിപനാണ്. അതായത് എന്നെ തടഞ്ഞു നിർത്താനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്, അല്ലേ? ഹേ മനുഷ്യ, ഞാനിവിടെ 1 മണിക്കൂർ കഴിഞ്ഞാണ് എത്തിയിരുന്നതെങ്കിൽ ആ സ്ത്രീക്ക് അവരുടെ പുത്രനെ തിരികെ കിട്ടുകയില്ലായിരുന്നു. ദുഃഖം അനുഭവിക്കുന്ന വേറെയും ആളുകൾ എന്നെയും കാത്തിരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നു. അവരുടെ സന്തോഷത്തിന് കാലതാമസം ഉണ്ടാക്കാൻ മാത്രം അങ്ങ് സ്വാർത്ഥനാവരുത്. ഞാൻ വീണ്ടും വരാം. എന്നിട്ട് നിങ്ങളോടൊപ്പം നായനിൽ കുറേ ദിവസം താമസിക്കാം. ഞാൻ ഇപ്പോൾ പോകട്ടെ. പിന്നെ ആ മനുഷ്യൻ നിർബന്ധിച്ചില്ല. അദ്ദേഹം ഇത്രമാത്രം പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ അങ്ങേക്കായി കാത്തിരിക്കാം. അങ്ങനെയാവട്ടെ. താങ്കൾക്കും നായനിലുള്ള എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. എൻഡോറിലുള്ളവർക്കും സമാധാനവും ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ. ഇനി നിങ്ങളുടെ വീടുകളിലേക്ക് തിരികെ പോവുക. ദൈവം ഈ അത്ഭുതത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. സ്നേഹത്തിന്റെ ശക്തിയാൽ എല്ലാ ഹൃദയങ്ങളെയും പരമ നന്മയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പരിശ്രമിക്കുക. ജനങ്ങൾ യാത്ര ചൊല്ലിക്കൊണ്ട് ഓശാന പാടി. ഈശോ പട്ടണം കടന്ന് നാട്ടിൻ പുറങ്ങളിലൂടെ എസ്ദ്രോണിലേക്ക് പോയി.